ചൈന കൃത്രിമ ബുദ്ധിയിൽ തിരമാലകൾ സൃഷ്ടിക്കുന്നു, ഇവിടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കുന്നു. ഭാരത മഹാരാജ്യത്തിന്റെ ഭാവിയെ കരുതി ഉഗ്രവിഷമായിട്ടുള്ള നമ്മുടെ ബ്രിട്ടാസിയം സയനൈഡ് ഈ നിലയിൽ ആശങ്കപ്പെടാൻ മനസ്സ് കാണിച്ചു എന്നാണ് പലരും കരുതി വെച്ചിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ ചാരി കുംഭമേളയെ തല്ലുന്ന പണിയാണ് ആ വിഷപുരുഷൻ കാണിച്ചതെന്ന് വിചാരിക്കുന്ന സാധുക്കളും ഇവിടെയുണ്ട്. സത്യത്തിൽ കേന്ദ്ര ബജറ്റിനെ ചാരി ഹിന്ദുവിനെയാണ് ബ്രിട്ടാസിയം സയനൈഡ് തല്ലിയതെന്നാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാൻ പോങ്ങന്റെ സഹജമായിട്ടുള്ള വർഗീയ ധ്രുവീകരണ ബുദ്ധി മാത്രമല്ല ഉള്ളത്, അല്ലെങ്കിൽ എന്റെ ചാണകം മണക്കുന്ന സ്വഭാവം കൊണ്ടല്ല ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അങ്ങനെ മനസ്സിലാക്കാൻ എനിക്ക് കൃത്യമായിട്ടുള്ള കാരണം തന്നെയുണ്ട്. കുംഭമേള എന്നത് BJPയുടെ ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, അല്ലെങ്കിൽ RSS സംഘാടകരാകുന്ന ഒരു വിനോദ നാടകമല്ല ഈ കുംഭമേള. അങ്ങനെയാണ് പോങ്ങൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഒരു 12 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള. രാഷ്ട്രീയമോ ശാസ്ത്രീയമോ സാങ്കേതികമോ സാമ്പത്തികമോ ആയിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കാൻ, ഹിന്ദുമതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അപഹസിച്ച അയാളുടെ വിഷബുദ്ധി തീർച്ചയായിട്ടും നിർവീര്യമാക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഒരു ചിന്തയാണ് പോങ്ങൻ വെച്ച് പുലർത്തുന്നത്. പക്ഷെ ആരാണ് ബ്രിട്ടാസിയം സയനൈഡിന്റെ പാഷാണ ബുദ്ധിയുടെ വിഷവീര്യത്തെ ശമിപ്പിക്കേണ്ടത്? വിവേകമോ വകതിരിവോ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം അയാൾ ഒരു കമ്മിയാണ്, അതും വ്യാജ കമ്മി. അതുകൊണ്ട് തിരിച്ചറിവിൽ നിന്നുള്ള തിരുത്തലുകൾ അയാളിൽ സംഭവിക്കുകയില്ല. പിന്നെ ആരാണ് അയാളെ തിരുത്തേണ്ടത്? അയാളുടെ പാർട്ടിയോ? കമ്മ്യൂണിസത്തെ പിണറായിസമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളായി പോങ്ങൻ അളക്കുന്നത് സത്യത്തിൽ ബ്രിട്ടാസിയം സയനൈഡിനെയാണ്. ഈ VS അച്യുതാനന്ദനെയും പിണറായി വിജയനെയും തമ്മിലടിപ്പിച്ചതിലും പാർട്ടിയിൽ ഇത്രത്തോളം വലിയ വിഭാഗീയത വളർത്തിയതിലും ബ്രിട്ടാസ്യത്തിന്റെ പങ്കിനെ പോങ്ങൻ ഇളതായി അളക്കുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1998 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആവുന്നത്. 2000 കൈരളി ചാനൽ സംഭവിക്കുന്നു. 2007 VSഉം പിണറായിയും തമ്മിലുള്ള പോര് അങ്ങേയറ്റത്തേക്ക്, അതായത് പരമാവധിയിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. 2007 തോന്നുന്നു പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തത്തിച്ചുവിടുന്നതൊക്കെ, രണ്ടുപേരെയും തത്തിക്കുന്നത്. 2007 VSന്റെ വിരോധത്തിനിരപ്പെട്ട ഫാരിസ് അബൂബക്കറുമായി ബ്രിട്ടാസിയം സയനൈഡ് അഭിമുഖ സംസാരവും നടത്തി. അതൊരു വലിയ വിവാദമായിരുന്നു ആ സമയത്ത്. സത്യത്തിൽ വിജയൻ ഈ ബ്രിട്ടാസ്യത്തെ തേരാളിയാക്കിക്കൊണ്ട് പടയോട്ടം നടത്തി പാർട്ടി പിടിച്ചടക്കുകയായിരുന്നു, അതോ വിജയനെ ദ്വിമാറനാക്കിയ കിങ് മേക്കറായി ബ്രിട്ടാസിയം ഒരുപാട് ഉയരെ പാർട്ടിക്കും ദ്വിമാറനും ഒക്കെ മുകളിൽ അങ്ങനെ അങ്ങോട്ട് വലുതായി വ്യാപിക്കുകയായിരുന്നു ചെയ്തതെന്നുള്ള കാര്യം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ അറിയില്ല. എന്തായാലും ഇത്രയും ജനകീയ അടിത്തറയുള്ള CPM പോലെ ഒരു പ്രസ്ഥാനത്തെ സ്വന്തം വളർച്ചയ്ക്കും ലാഭസമ്പാദനത്തിനും സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനും പാകമാകുന്ന നിലയിൽ പരുവപ്പെടുത്താൻ ബ്രിട്ടാസിയം സയനൈഡിന് സാധിച്ചുവെങ്കിൽ അയാളുടെ ബുദ്ധിയിലുള്ള പാഷാണത്തിന്റെ വീര്യം നമുക്കാർക്കും അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് പോങ്ങൻ വിചാരിക്കുന്നില്ല. സ്വന്തം തടിക്ക് കേടുപറ്റാത്ത നിലയിലുള്ള കരുതലോടുകൂടി പ്രാദേശിക ഭേദത്തിനനുസരിച്ച് സ്വന്തം പാഷാണത്തിന് വീര്യ വ്യതിയാനം വരുത്താനുള്ള അപാരമായിട്ടുള്ള കൗശലം പേറുന്നവനാണ് ഈ ബ്രിട്ടാസിയം സയനൈഡ്. നിങ്ങൾ എല്ലാ കാര്യത്തിലും ചർച്ചിന് കൂട്ടുപിടിക്കുന്നു. ആവശ്യത്തിൽ കൂടുതൽ ചർച്ചിന് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു റോങ് പബ്ലിസിറ്റി. ഉദാഹരണത്തിന് കേരളത്തിൽ കുംഭമേളയെ കൂട്ടുപിടിച്ചപ്പോൾ ഇലോൺ മസ്കിന്റെ X എന്ന പ്ലാറ്റ്ഫോമിൽ കുംഭമേളയെ വളരെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ടാണ് ബ്രിട്ടാസിയം സയനൈഡ് കേന്ദ്ര ബജറ്റിനെ വിമർശിക്കാൻ കൂട്ടാക്കിയത്. വളരെ ബോധപൂർവമാണ്. എന്നുവെച്ചാൽ Xൽ ആംഗലേയത്തിലാണ് ബ്രിട്ടാസിയം ട്വീറ്റ് ഇട്ടത്. സ്വാഭാവികമായും അതിന് ആഗോള തലത്തിലുള്ള ദർശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ ആംഗലേയത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് കേരളത്തിന് പുറത്തേക്കും ഇന്ത്യ മഹാരാജ്യത്തിന് പുറത്തേക്കും ഒക്കെ പോയി എന്ന് വരും ആ ട്വീറ്റ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള ആത്മീയവാദികൾ മതഭേദം കൂടാതെ സമീപിക്കുന്ന ഒന്നാണല്ലോ കുംഭമേള എന്ന് പറയുന്നത്. അതിനെതിരെ ഈ നിലയിലുള്ള തരംതാണ വിമർശന ബുദ്ധിയോടുകൂടി ആംഗലേയത്തിൽ അങ്ങോട്ട് അഭിപ്രായപ്പെടുന്നത് തട്ടുകേടിന് കാരണമാകുമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആലോചിക്കാനുള്ള ബുദ്ധി ശരിക്കും പറഞ്ഞാൽ ആ പാഷാണ പുരുഷനുണ്ട്. അങ്ങനെയുള്ള ഒരു വിഷമനുഷ്യന് സാമൂഹ്യബോധവും സാമാന്യ ബുദ്ധിയുമില്ലാതെ വെറും സംഘടിത ശക്തിയായി മാത്രം കഴിയുന്ന കമ്മി സമൂഹത്തെ കബളിപ്പിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല. പറഞ്ഞു വന്നത് പാർട്ടിക്കും ബ്രിട്ടാസ്യത്തെ തിരുത്താനുള്ള ത്രാണിയില്ല എന്നാണ്. പിന്നെ ആരാണ് അയാളെ തിരുത്തേണ്ടത്? ആര് തിരുത്തും? കേരളത്തിലെ BJPയോ? അവർ നാട്ടുമതേതരത്വത്തിന് ഊനം പകരാതെ മാനം മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കൂട്ടരാണ്, അല്ലേ? നമ്മുടെ നാട്ടിലെ മറ്റേതൊരു പൊതുപ്രവർത്തകരെയും പോലെ ജനസേവനം എന്നത് ഒരു വ്യവസായ സംരംഭമാണെന്ന കാര്യം BJPക്കാർക്കും വളരെ നല്ലോണം അറിയാം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ പുളുവുമാൾ മുതലാളി മുതൽ നാട്ടുകവലയിൽ പലചരക്ക് കച്ചവടം നടത്തുന്ന നാടൻ വ്യാപാരി വരെ വർഗസ്നേഹത്തോടെ കഴിയുന്നത് പോലെ ജനസേവന വ്യവസായത്തിൽ നിക്ഷേപം ഇറക്കിക്കൊണ്ട് ഇന്നാട്ടിലെ വിവിധ പാർട്ടികളിൽ നേതാക്കളായി വ്യാപാരം നോക്കുന്ന മനുഷ്യർ തീർച്ചയായിട്ടും പരസ്പര ധാരണയോടെ ആവും
വ്യാപാരം നടത്തുന്നത്. തങ്ങളുടെ അണിയാന്മാരെ ത്രസിപ്പിച്ചു നിർത്താൻ ചാനൽ സ്റ്റുഡിയോകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പരസ്പരം നാവടിക്കുമെങ്കിലും അവരൊക്കെ സഹകരണ ബുദ്ധിയുള്ള വർഗ്ഗബന്ധുക്കളാണ്. വർഗ്ഗസ്നേഹം എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട സ്നേഹമാണെന്ന് പറയാൻ പോകുന്ന ആളല്ല. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ മാനത്തിന് പകരം ചോദിക്കാൻ തീർച്ചയായിട്ടും അവരും പ്രാപ്തരല്ല എന്ന് മാത്രമേ പോകൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ പോകൻ മനസ്സിലാക്കുന്നുള്ളൂ. മനസ്സിലാക്കിയ വിവരങ്ങൾ പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആരാണ് അയാളെ തിരുത്തേണ്ടത് എന്നുവെച്ചാൽ ബ്രിട്ടാസിയം സയനൈഡിനെ ആരാണ് തിരുത്തേണ്ടത്? ഹിന്ദുക്കളോ? ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഒരുപാട് തരം ഹിന്ദുക്കളുണ്ടല്ലോ. ഈ ചെറിയ കാലത്തിനിടയിൽ പോകാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഒരുപാട് തരം ഹിന്ദുക്കളുണ്ട്. സംഘി ഹിന്ദു, കൊങ്ങി ഹിന്ദു, കമ്മി ഹിന്ദു, മൂരി ഹിന്ദു, വരാഹ ഹിന്ദു, നാസ്തിക ഹിന്ദു, ഭക്ത ഹിന്ദു, മതേതര ഹിന്ദു, ഫാസിസ്റ്റ് ഹിന്ദു, ഭ്രൂണം കുത്തി ഹിന്ദു, ചാണക ഹിന്ദു, പുരോഗമന ഹിന്ദു, സവർണ ഹിന്ദു, അവർണ ഹിന്ദു, ഉന്നത കുലജാത ഹിന്ദു, അവനത കുലജാത ഹിന്ദു, ഹെജിമണി ഹിന്ദു, അധമ ഹിന്ദു. അധമ ഹിന്ദു എന്ന് ഞാൻ പറയുന്നതല്ല, പൊങ്ങൻ പറയുന്നതല്ല. പകരം അങ്ങനെ ഒരു സ്വയം പ്രഖ്യാപനത്തോടുകൂടി നടൻ വിനായകനാണ് ഞാൻ അധമ ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുണി പൊക്കി കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഒഴിവാക്കുന്നില്ല. അധമ ഹിന്ദു, സ്വയം പ്രഖ്യാപിത അധമ ഹിന്ദു, വെറും ഹിന്ദു, പോങ്ങ ഹിന്ദു, ഇങ്ങനെ എന്തുമാത്രം ഹിന്ദുക്കളാണ് ഈ നാട്ടിലുള്ളത് അല്ലേ? എത്ര ഹിന്ദുക്കൾ, എത്ര തരം ഹിന്ദുക്കൾ. പിന്നെ ഈ പുരോഹിത ഹിന്ദു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കൂട്ടം ഹിന്ദുക്കളും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഉദാഹരണത്തിന് രൂപം, ഭാവം, ഭാഷ, കുറിയടയാളങ്ങൾ മുതലായവ നോക്കിയാൽ പുരോഹിത ഹിന്ദുവെന്ന് കാണാവുന്ന ഒരു മനുഷ്യ ശരീരത്തെ പോകനിപ്പോൾ കാണിച്ചു തരാം. ആ തിരുശരീരം പറയുന്നതൊന്ന് കേൾക്കണം. ഒരല്പം പഴകിയതാണ്, ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ല എങ്കിൽ പോലും ആ ഹിന്ദു സ്വരം ഒന്ന് കേൾക്കണം. ആര് വിജയിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടുള്ള പരിഗണനകൾ വെച്ചും വ്യക്തിബന്ധങ്ങൾ കൊണ്ടും നേതൃത്വ പാഠവും കൊണ്ടും കരീം സാർ വിജയിക്കുന്നതാണ് എൻ്റെ പൊതുവെ ഞാൻ വിലയിരുത്തുന്നത്. ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ഏകദേശം 100 കോടി രൂപയോളം ഈ സർക്കാർ ശബരിമല വികസനത്തിനായി വേണ്ടിയിട്ടും അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടും ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് മാത്രമല്ല, മലബാർ ദേവസ്വം ബോർഡിനും ഈ ആനുകൂല്യം സർക്കാർ അനുവദിച്ച് തന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയും ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും വളരെയധികം നല്ലൊരു സഹായമാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഈ സംവിധാനം ഇനിയും തുടർന്നു പോകാൻ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ജീവനക്കാരൻ നിലയിൽ ഞാനും ആഗ്രഹിക്കുകയാണ്. സ്വാമി ശരണം. ഇങ്ങനെയാണ് ഒരു ഹിന്ദു. ഈ മനോഭാവമാണ്, സമീപനമാണ് ബ്രിട്ടാസിയം സയനൈഡുകളുടെ വിഷവീര്യത്തെ വർദ്ധിപ്പിക്കുന്ന ഘടകം അല്ലെങ്കിൽ ഘടകങ്ങൾ. അതുകൊണ്ട് തന്നെ തിരുത്തേണ്ടത് ബ്രിട്ടാസിയം സയനൈഡ് അല്ല എന്നാണ് പോകൻ പറഞ്ഞു വന്നത്. അടച്ചുറപ്പില്ലാത്ത, ചോദിക്കാനും പറയാനും ആളില്ലാത്ത തറവാട്ടിൽ അസന്മാർഗികൾ കയറി ഇറങ്ങും. കുടുംബാംഗങ്ങൾ ദുർബലരായാൽ, കുടുംബാംഗങ്ങൾ പരസ്പര വിരോധത്തോടുകൂടി കഴിഞ്ഞാൽ, സഹകരണ ബുദ്ധിയില്ലാതെയും സാഹോദര്യ സ്നേഹമില്ലാതെയും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അപകടമാണ്. അഭിമാനത്തെയും അന്തസ്സിനെയും മാത്രമല്ല, അതിജീവനത്തെ പോലും അസാധ്യമാക്കുന്ന നിലയിലുള്ള സഹനവും സഹിഷ്ണുതയും സഹകരണ ബുദ്ധിയുമാണ് വാസ്തവത്തിൽ ഹിന്ദുവിനെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിന്നെയും പറയേണ്ടി വരുന്നതിൽ ആത്മനിന്ദ തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് കള്ളമല്ല. ആത്മാർത്ഥമായി, വളരെ ആത്മാർത്ഥമായി പോങ്ങൻ ആത്മനിന്ദ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഇത്തരം സംസാരങ്ങൾക്ക്, ഇത്തരം ആലോചനകൾക്ക്, ഇത്തരം ആശങ്കകൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലാത്ത കാലത്തുകൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഓരോ തോന്നലുകൾ, എന്റെ ചിന്തകൾ ഞാൻ മനസ്സിലാക്കുന്നതോ അറിയുന്നതോ അല്ലെങ്കിൽ കണ്ടെത്തുന്നതോ ഒരു ബോധ്യമായി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതോ ആയിട്ടുള്ള എല്ലാം നിങ്ങളുടെ മുന്നിൽ പറ്റാവുന്ന വിധം പങ്കിടാനാണ് പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തരം വിമർശനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആശങ്കകൾ, ഇത്തരം അമർഷങ്ങളൊക്കെ ഇതുപോലെ ഒരു പൊതുവായ ഇടത്തിലിരുന്നു കൊണ്ട് പറയേണ്ടി വരുന്നതിൽ തീർച്ചയായിട്ടും നാണക്കേട് അനുഭവപ്പെട്ട് തുടങ്ങുമ്പോൾ ആ അനുഭവപ്പെടലിനെ അവഗണിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് രൊക്കം ഒരു തള്ളയും തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര താത സൗലഭ്യവുമുള്ള ബ്രിട്ടാസിയം സയനൈഡിന്റെ പിറവിക്കപ്പുറമുള്ള വിശേഷങ്ങൾ വരെ ഒന്ന് പറയാൻ പോകേണ്ട നാവിങ്ങനെ തരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആ തരിപ്പ് ഞാൻ അടക്കുകയാണ്, സഹിക്കുകയാണ്. കാരണം വളരെ പിടിപാടും സ്വാധീനശേഷിയും സമ്പത്തുമൊക്കെയുള്ള ആളാണ് ഈ ബ്രിട്ടാസിയം സയനൈഡ്. എങ്ങാനും മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ അയാളുടെ മാനത്തിന്റെ മൂല്യത്തിന് പകരമാകുന്ന തുക എന്റെ അക്കൗണ്ടിൽ ഇല്ല. മാധ്യമധർമ്മക്കാരൻ, അന്തംഗമ്മി എന്നീ നിലകളിൽ ബ്രിട്ടാസിയം സയനൈഡിനേക്കാൾ നൂറ്റാണ്ടായി പോങ്ങൻ അറിയാം. ഏതൊരു മലയാളിയെയും എന്ന പോലെ പോങ്ങനും അറിയാം. രാജ്യസഭാ MP കൂടിയായിട്ടുള്ള നിലയ്ക്ക് ആ വിഷപുരുഷന്റെ മാനത്തിന്റെ മൂല്യം ഇപ്പോൾ വലിയ നിലയിൽ ഉയർന്നിട്ടുണ്ട്. അതുകൂടി കൂട്ടുമ്പോൾ എന്റെ മതിപ്പിൽ അയാളുടെ നിലവിലെ മാനത്തിന് കുറഞ്ഞതാണ് പറയുന്നത്. കുറഞ്ഞ സംഖ്യ ഒരു 76 പൈസയുടെ മൂല്യമുണ്ടാവും.
പരമാവധി പോയി കഴിഞ്ഞാൽ ഒരു 93 പൈസ വരെയും അത് ഉയരാം. കുറഞ്ഞത് പക്ഷേ 76 പൈസയെങ്കിലും വരും. പോങ്ങൻ്റെ അക്കൗണ്ടിൽ കഷ്ടി ഒരു 60 പൈസ കണ്ടാലായി. കള്ളമല്ല, പോങ്ങൻ കാണിക്കാം. എവിടെ? ഒരു നാണക്കേടില്ല എനിക്കിത് കാണിക്കാം. പോങ്ങൻ കുറെ കാലമായി കള്ളം പറയാറില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും എൻ്റെ കീശ ദാരിദ്ര്യം കൊണ്ട് സദാ നിറഞ്ഞിരിക്കും. കീശയുടെ സ്ഥിതി ഇതാവുമ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ഇയാളെ, ഒരു തള്ളയും ധാരാളം തന്തമാരുമുള്ള ഇയാളെ എന്തെങ്കിലും കയറി പറഞ്ഞാൽ അയാൾ ചിണുങ്ങും, പരിഭവിക്കും, പരാതി കൊടുക്കും, മാനനഷ്ടം. എനിക്ക് ആ മനുഷ്യൻ്റെ മാനത്തിൻ്റെ മൂല്യം നൽകാനുള്ള ആവതില്ലാത്തടത്തോളം കാലം ഞാൻ ഈ പണിക്ക് നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ആമർഷം ഈ ബ്രിട്ടാസിയം സയനൈഡിനെതിരെ സ്വയം ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ആ കഴപ്പങ്ങോട്ട് ആറ്റാം. സ്വാമി ശരണം. 한 걸음 걸어도 멀리 떠나버려 I wanna get away from this. Searching for